ഫർദർ വീണ്ടും നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ബോറിക് ഓക്സൈഡ് കിട്ടും. അബ്രാം എന്താ ചോദിച്ചത്? ഹൈഡ്രോണിയം ആയേണ്ടത് അഭിരാം? H3O+ എങ്ങനെയാ വന്നേന്നാണോ? അതെ, യെസ് യെസ്, ഹൈഡ്രോണിയം ആണ്. നീ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? അപ്പൊ നമ്മൾ സെക്കൻഡ് കോമ്പൗണ്ട് എന്താണ്? ഓർത്തോബോറിക് ആസിഡ് ആണ്. എന്താണ് ഓർത്തോബോറിക് ആസിഡ് എന്ന് പറഞ്ഞു, അതായത് അതിന്റെ ഫോർമുല എന്താണെന്ന് പറഞ്ഞു. പ്രോട്ടോണിക് ഓർ പ്രോട്ടിക്? പ്രോട്ടിക് എന്നാണ് പറയാ, പ്രോട്ടോണിക് എന്ന് പറയില്ല. അപ്പൊ നമ്മൾ ഓർത്തോബോറിക് ആസിഡിനെ കുറിച്ചാണ് പഠിച്ചത്. അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് H3BO3 ആണ്. അതിന് പ്രിപ്പറേഷനുള്ള 2 മെത്തേഡ്സ് പഠിച്ചു. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? അക്വസ് സൊല്യൂഷനെ ആസിഡിഫൈ ചെയ്യാന്നുള്ളതാണ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ബോറോൺ ഹൈഡ്രൈഡ്സിനെയോ ബോറോൺ ഓക്സൈഡ്സിനെയോ ഒക്കെ ഹൈഡ്രോലൈസ് ചെയ്യുക. പിന്നെ അതിനെ വാട്ടറിൽ ഇടുമ്പോൾ അതിന്റെ സ്വഭാവം എന്താണ്? ഹീറ്റ് ചെയ്യുമ്പോൾ അവരുടെ സ്വഭാവം എന്താണ്? വാട്ടറിൽ ഇടുമ്പോൾ വീക്ക് മോണോബേസിക് നോൺ പ്രോട്ടിക് ആസിഡ് ആയിരിക്കും കിട്ടുക. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 370°C ആദ്യമൊക്കെ ഹീറ്റ് ചെയ്യുമ്പോൾ മെറ്റാബോറിക് ആസിഡ് കിട്ടും. നല്ലപോലെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോറിക് ഓക്സൈഡ് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ 2 കോമ്പൗണ്ട് പഠിച്ചു. ബൊറാക്സ് പഠിച്ചു. ബൊറാക്സ് എന്താന്ന് പഠിച്ചു. ബൊറാക്സിന്റെ വാട്ടറിലുള്ള സ്വഭാവം പഠിച്ചു. ബൊറാക്സ് ഹീറ്റ് ചെയ്താലുള്ള സ്വഭാവം എന്താണ് കാണിക്കാന്ന് പഠിച്ചു. പിന്നെ ഓർത്തോബോറിക് ആസിഡ് പഠിച്ചു. അതെന്താ, അതിന്റെ ഫോർമുല, അതിന്റെ സിന്തസിസ്, വാട്ടറിലുള്ള സ്വഭാവം, ഹീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ സ്വഭാവം എന്തായിരിക്കും പഠിച്ചു. ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് കോമ്പൗണ്ട് ആണ് ഡൈബറിൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങളെ ഫോക്കസ് പോയിന്റിലുണ്ട്. പിന്നെ അതുപോലെ എവിടെയും ഇതിന്റെ സ്ട്രക്ചറും കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇത് എല്ലാ സ്ഥലത്തും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഡൈബൊറൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല, ബോറോണിന്റെ ഹൈഡ്രൈഡ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് സിംപ്ലസ്റ്റ് ബോറോൺ ഹൈഡ്രൈഡ്. നമ്മുടെ സിംപ്ലസ്റ്റ് ബോറോൺ ഹൈഡ്രൈഡ് ആയിട്ടുള്ള BH3 എന്ന് പറയുന്നത് അത് എപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കില്ല, അവർ ഡൈമർ ആയിട്ടായിരിക്കും നിൽക്കുക. നമ്മളിത് ഓൾറെഡി ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബൊറൈൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്, ഇലക്ട്രോൺ കുറവാണ്, അത് എപ്പോഴും ഡൈമർ ആയിട്ടായിരിക്കും നിൽക്കുക. അപ്പൊ നമ്മള് ബൊറൈന്റെ, അതായത് സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ബോറോൺ ഹൈഡ്രൈഡിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അത് ഒരു ഡൈമർ ആയിട്ടായിരിക്കും നിൽക്കുക. അതിനെയാണ് നമ്മൾ ഡൈബൊറൈൻ എന്ന് പറയാം. B2H6 ആണ് ഡൈമറിന്റെ ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ബോറോൺ ഹൈഡ്രേറ്റ് ആണ് ബൊറൈൻ, അതായത് BH3. സിംപ്ലസ്റ്റ് ബോറോൺ ഹൈഡ്രേറ്റ് BH3. അവരെപ്പോഴും ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. സോ അവരെപ്പോഴും സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ വേണ്ടി ഡൈബൊറൈൻ ആയിട്ട് നിൽക്കാനായിരിക്കും, 2 ഡൈമർ ആയിട്ട് നിൽക്കാനായിരിക്കും നോക്കുക. അതാണ് ഡൈബൊറൈൻ. അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് B2H6. So what is diborane? B2H6, dimer of borane. Okay. ഇനി ഇവരെന്താണ്? കളർലെസ് ആയിട്ടുള്ള ഹൈലി ടോക്സിക് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ്. പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന ഒരു, നമ്മൾ എയറുമായിട്ട് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അവര് കത്തും. ഇനി ഇതിന്റെ സിന്തസിസ് പഠിക്കാനുണ്ട്, ഇതിന്റെ റിയാക്ഷൻസ് പഠിക്കാനുണ്ട്, ഇതിന്റെ സ്ട്രക്ചർ പഠിക്കാനുണ്ട്. സ്ട്രക്ചർ ആൻഡ് ബോണ്ടിങ്, ഈ 3 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഓക്കെ, 3 മെത്തേഡാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് BF3-നെ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, ബോറോൺ ഹാലൈഡിനെ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അതായത് നമ്മുടെ ബോറോൺ ഹൈഡ്രൈഡിന്റെ റിഡക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ BF3 മോളിക്യൂളിനെ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡുമായിട്ട് ഈതറിന്റെ, നമ്മുടെ സോൾവെന്റ് ഈതർ ആയിരിക്കും, അതുകൊണ്ടാട്ടോ ഇൻ ഈതർ എന്ന് പറഞ്ഞത്, അവിടെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡൈബൊറൈൻ കിട്ടും. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് BF3ന്റെ റിഡക്ഷൻ. എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യുന്നത്? ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് വെച്ചിട്ടാണ് റെഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് സോഡിയം ബോറോഹൈഡ്രൈഡിന്റെ ഓക്സിഡേഷൻ ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു BF3ന്റെ റിഡക്ഷൻ, സെക്കൻഡ് എന്ന് പറയുന്നത് സോഡിയം ബോറോഹൈഡ്രൈഡിന്റെ ഓക്സിഡേഷൻ.
ആരെ വെച്ചിട്ടാണ് ചെയ്യുന്നത്? അയഡിൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോഡിയം ബോറോഹൈഡ്രേറ്റിനെ അയഡിനുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡൈബൊറൈൻ കിട്ടും. തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് ബോറോൺ ഫ്ലൂറൈഡിനെ നമ്മൾ എന്ത് ചെയ്യും? സോഡിയം ഹൈഡ്രൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. അതും റിഡക്ഷൻ ആണ്. അപ്പോഴും നമുക്ക് ഡൈബൊറൈൻ കിട്ടും. ഇതിനകത്തുള്ള ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് ലബോറട്ടറി സാധാരണ നമ്മൾ ലാബുകളിലും കാര്യങ്ങളിലും യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ്. രണ്ടാമത് ഇൻഡസ്ട്രിയലി നമുക്ക് ബൾക്കായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്, ജനറലി യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. അപ്പൊ 3 മെത്തേഡാണുള്ളത്. ഫസ്റ്റ് BF3നെ ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ് വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യാം. രണ്ടാമത്തത് സോഡിയം ബോറോഹൈഡ്രേറ്റിനെ അയഡിൻ വെച്ചിട്ട് ഓക്സിഡൈസ് ചെയ്യാം. മൂന്നാമത്തത് BF3നെ സോഡിയം ഹൈഡ്രേറ്റ് വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യാം. ഈ ഇക്വേഷൻസ് പഠിക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് എല്ലാത്തിലും ഡൈബൊറൈൻ ഉണ്ട്. അപ്പൊ നമ്മൾ സിന്തസിസ് പഠിക്കുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഓർഗാനിക്കിലൊക്കെ കുറെ സിന്തസിസ് പഠിക്കാനുണ്ടാവും, സിന്തസിസും റിയാക്ഷൻസും പഠിക്കാനുണ്ടാവും. അപ്പം സിന്തസിസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡില് അപ്പം ഏതാണോ ചോദിക്കുന്നത് അതായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്? ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണ്. സോ പഠിക്കുന്ന സമയത്ത് നമ്മൾ സിന്തസിസ് പഠിക്കുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഫോക്കസ് ചെയ്യുക. ഈ കെമിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് റൈറ്റ് ഹാൻഡ് സൈഡ് ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഇക്വേഷൻസ് ഒക്കെ ക്ലിയർ ആയിട്ട് പഠിക്കണം കേട്ടോ. അപ്പം മേ ബി നിങ്ങൾക്ക് സോഡിയം ബോറോഹൈഡ്രേറ്റിന്റെ 3 സിന്തസിസും ചോദിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ലബോറട്ടറി പ്രിപ്പറേഷൻ, ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഒക്കെ എടുത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ 3 ടെക്നിക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ജസ്റ്റ് പറയുന്നത് അതേപോലെ വായിക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ കണ്ടിന്യൂ ചെയ്യാണ്. അടുത്ത് നമുക്ക് ഇവരുടെ എന്താണ് സ്വഭാവം നോക്കാം. ഓരോ സമയത്ത് ഓരോ സ്വഭാവമൊക്കെ തരില്ലേ ഓരോരുത്തരായിട്ട്. അപ്പൊ അതായത് തന്നെ റിയാക്ഷൻസ് നോക്കാം. അപ്പൊ റിയാക്ഷൻസും നമുക്ക് ഒരു 3 റിയാക്ഷൻസ്